പോലീസല്ല, പട്ടാളമല്ല, ആര് തന്നെ ഇവിടെ വന്ന് നിന്നാലും അതിനെ ഒന്നും തടയാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സമരം ഞങ്ങൾ മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്ത് പുറത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ കാലം മാറും, സമരം മാറും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറത്തെ അഴിയാക്കുരുക്കിന് പരിഹാരം തേടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഉപരോധ സമരം ദേശീയപാത അധികൃതർക്കുള്ള ശക്തമായ താക്കീതായി മാറി. മേൽപ്പാലത്തിന് സമീപത്തെ വലിയ കുഴിയടച്ച് ഗതാഗത കുരുക്കഴിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിലെ ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. കുഴിയടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. അങ്ങാടിപ്പുറം ടൗൺ കടന്നു കിട്ടണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്ന വാഹനയാത്രികരുടെ ദുരിതം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. മേൽപ്പാലമിറങ്ങി അങ്ങാടിപ്പുറം ടൗണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട വലിയൊരു കുഴിയുണ്ട്. ആദ്യമേ കുഴിയടയ്ക്കാൻ മെനക്കെടാതിരുന്ന അധികൃതർ കുഴി വലുതാവുന്നതും ഗതാഗതം കൂടുതൽ കുരുക്കിലാവുന്നതും കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ പരിഹാസം. ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ റോഡ് തകർന്ന് രൂപപ്പെട്ട വലിയ കുഴിയിൽ കുരുങ്ങിക്കിടക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൻ്റെ നേർക്കാഴ്ചയായി മാറുകയാണ്. മങ്കട മണ്ഡലത്തിൻ്റെ ഭാഗമായ അങ്ങാടിപ്പുറം ടൗണിലെ കുഴിയടച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ഞളാംകുഴിയാലി MLA ദേശീയപാത അതോറിറ്റിയെ പലവട്ടം ബന്ധപ്പെട്ടിരുന്നു. കുഴിയടയ്ക്കൽ ഉടൻ ഉണ്ടാകുമെന്ന് MLA കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തു വന്നതോടെ പ്രതിഷേധം കത്തിപ്പടരുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ ഗർത്തമായി മാറിയ കുഴിയിൽ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം കടുപ്പിക്കാൻ ഉറപ്പിച്ചാണ് പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധം സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസ് സംഘത്തെ ഇവിടെ വിന്യസിപ്പിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടമെന്ന നിലയിൽ നേതാക്കൾ മാത്രമാണ് സമരത്തിനെത്തിയത്. കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ KS അനീഷ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ദുരിതം കാണാത്ത ഉദ്യോഗസ്ഥരെ ഓഫീസിന് പുറത്തിറക്കാതെ പോലീസിനെയോ മറ്റ് ഏജൻസികളെയോ ഉപയോഗപ്പെടുത്തി തങ്ങളെ ഭയപ്പെടുത്താമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ കരുതേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഒരു തർക്കവും വേണ്ട, പോലീസല്ല, പട്ടാളമല്ല, ആര് തന്നെ ഇവിടെ വന്ന് നിന്നാലും അതിനെ ഒന്നും തടയാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സമരം ഞങ്ങൾ മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്ത് പുറത്തേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നാഷണൽ ഹൈവേയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രശ്നം പരിഹരിക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഇത്തരത്തിലുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. MLA പലവട്ടം കുഴിയടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർ നിസ്സംഗത വെടിഞ്ഞ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാർ ആരുടെയോ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി അവിടെ വന്ന് കുറച്ച് മണ്ണ് കോറി വേസ്റ്റ് തട്ടിക്കൊണ്ട് ഈ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ കോറി വേസ്റ്റ് തട്ടിയതോടുകൂടി അവിടെ വീണ്ടും വളരെ ഭയാനകമായ ബ്ലോക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം. ശാശ്വതമായ പരിഹാരം അവിടെ ഉണ്ടാകണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ഉപരോധ സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർ KP മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് വടക്കേതിൽ, KSU മണ്ഡലം പ്രസിഡന്റ് ഷഹീൻ PK, ഷാഹിദ് ആനക്കയം, PT മാത്യു, സക്കീർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സമരം തുടരുന്നതിനിടെ പോലീസ് ഇടപെട്ടു. നേതാക്കളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതോടെയാണ് ഉപരോധ സമരത്തിന് സമാപനമായത്. പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ കാലം മാറും, സമരം മാറും. സമരത്തിന്റെ കോലം മാറും. അങ്ങാടിപ്പുറത്ത് ക്വാറി വേസ്റ്റ് ഇട്ട് താൽക്കാലിക കുഴിയടയ്ക്കൽ നടത്തിയിട്ടുണ്ട്.
ഇത് ഇരട്ടി ദുരിതമായി മാറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുഴിയടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതൃത്വം. ചാനൽ 10 പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ.